ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ജൂലൈ മാസഫലം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന രാശാധിപനായിട്ടുള്ള ഗുരു 4 സഞ്ചരിക്കുന്നു. സൂര്യൻ 16-ന് 4-ൽ നിന്നും 5-ലേക്ക് രാശി മാറുന്നു. ചൊവ്വയാണെങ്കിൽ 6-ൽ സ്ഥിതി ചെയ്യുന്നു. ജൂലൈ 28-ന് ആ ചൊവ്വ 7-ലേക്ക് രാശി മാറുന്നു. ബുധൻ 5-ൽ സ്ഥിതി തുടരുന്നു. ജൂലൈ 18 മുതൽ ആ ബുധൻ 5-ൽ വക്രഗതിയിലാകുന്നു. ശുക്രൻ 3-ൽ സ്ഥിതി ചെയ്യുന്നു. 26-ന് ആ ശുക്രൻ 3-ൽ നിന്നും 4-ലേക്ക് രാശി മാറുന്നു. ശനി ജന്മരാശിയിൽ സ്ഥിതിയുണ്ട്. 13 മുതൽ ആ ജന്മരാശി നിൽക്കുന്ന ശനി വക്രഗതിയിലാവുന്നു. രാഹു 12-ലും കേതു 6-ലും സ്ഥിതി തുടരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ജൂലൈ മാസത്തെ പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പം ജന്മരാശിയാധിപൻ 4-ലാണ് എങ്കിലും ജന്മരാശിയിൽ 12-ാം ഭാവാധിപനായിട്ടുള്ള ശനി, ജന്മരാശിയിൽ കുജൻ്റെ ദൃഷ്ടിയുണ്ട്. ശനിയാണെങ്കിൽ 12-ാം ഭാവാധിപനും കൂടിയാണ്. 6-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി 4-ൽ സുഖസ്ഥാനത്ത് നിൽക്കുന്നു. 12-ൽ രാഹുവുണ്ട്. അപ്പം ആരോഗ്യകാര്യത്തിൽ നമ്മൾ അല്പം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. പൊതുവേ ഒരു ഇമ്മ്യൂണിറ്റി കുറവ്, ഇൻഫെക്ഷൻ, ചിലർക്ക് കാഴ്ച സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഹെഡ് ഏക്ക്, മാനസികമായിട്ടുള്ള ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടാകാവുന്ന മാസമായിട്ട് മനസ്സിലാക്കുക. ജന്മരാശിയിൽ ശനിയുണ്ട്. അപ്പോൾ പൊതുവെ ചിലർക്കാണെങ്കിൽ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിനും സാധ്യത കാണുന്നുണ്ട്. ദൂരയാത്രകളിൽ കെയർ വേണം, ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധിക്കണം. അവസാനമൊക്കെ ആവുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ഉപകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ അത് മുഖാന്തരമുള്ള എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറിയൊക്കെ ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. അതിലൊരു കെയർ വേണം. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെയാണ് നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മ ഭാവാധിപനായിട്ടുള്ള ഗുരു 4-ൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. കർമ്മസ്ഥാനത്തേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ആദ്യ പകുതി സൂര്യനും ആ 10-ൽ ദൃഷ്ടി ചെയ്യുന്നു. അവയൊക്കെ തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കാണിക്കുന്നു. തൊഴിലിടത്ത് നമുക്ക് എന്ത് വെല്ലുവിളികളും വന്നാലും അത് തരണം ചെയ്യാനാകും. അതുപോലെ തന്നെ തൊഴിലിൽ ഉയർന്ന ഉത്തരവാദിത്വമൊക്കെ ചിലപ്പോൾ ഈ കൂറുകാർക്ക് വന്നു ചേരും. പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ അസ്ഥിരത ഉള്ളവർക്ക് ആ അസ്ഥിരതയൊക്കെ മാറി തൊഴിൽ സ്ഥിരത വരും. ചിലർക്ക് തൊഴിലിടത്ത് കൂടുതൽ സൗകര്യങ്ങൾ, കൺവേയൻസ് ഫെസിലിറ്റീസൊക്കെ കിട്ടുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഉയർന്ന തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ്. തൊഴിൽ അവസരങ്ങൾ വരും, തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ തൊഴിൽ അന്വേഷകർക്കും പൊതുവെ അനുകൂല സമയമാണ്. എളിമ, വിനയം, അച്ചടക്കം, നീതിബോധമൊക്കെ തൊഴിലിടത്ത് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ആ തൊഴിലിലൊക്കെ ഉയർച്ചയ്ക്ക് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. 12-ൽ രാഹു ഉണ്ട്. 12-ൽ ഗുരുവിൻ്റെ ദൃഷ്ടി, ആ കർമ്മഭാവാധിപൻ 12-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയം എന്ന് പറയാം. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകൻ ബുധനാണ്. ആ ബുധൻ 7-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 7-ാം ഭാവാധിപനും കൂടിയാണ്. ആ ബുധൻ 5-ലാണ്. ആദ്യ പകുതി ബിസിനസ്സിന് പൊതുവെ അനുകൂല സാഹചര്യമാണ്. ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ആ ബിസിനസ്സിന് ഒരു മുന്നേറ്റം ഉണ്ടാകും. അതേസമയം അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 7-ാം ഭാവാധിപനും ബിസിനസ് കാരകനുമായിട്ടുള്ള ആ ബുധൻ വക്രസ്ഥിതിയിൽ വരുന്നുണ്ട്. ജന്മരാശിയിൽ നിൽക്കുന്ന ശനിയാണെങ്കിൽ 13 മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ബിസിനസ്സിൽ ഒരു മെല്ലെ പോക്കിന് സാധ്യത കാണിക്കുന്നുണ്ട്. മാത്രമല്ല കൃത്യസമയത്ത് നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാനാകാത്ത ഒരവസ്ഥയൊക്കെ അവസാനത്തെ വാരം ബിസിനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. ഇനി വിദ്യാർത്ഥികൾക്ക്
വിദ്യാകാരകനായിട്ടുള്ള ബുധൻ 5-ലാണ്. അതുപോലെ ആദ്യ പകുതി 4 രവിയും ഗുരുവൊക്കെ ഉണ്ട്. അവസാനത്തെ പകുതി രവിയും ബുധനും ഒക്കെ 5 വരുന്നുണ്ട്. ബുധന് വക്രസ്ഥിതിയും വരുന്നുണ്ട്. അപ്പോൾ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി എന്ന് പറയുന്നത് പഠനത്തിൽ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ കഴിയും. പഠനത്തിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. ബുദ്ധിശക്തിയൊക്കെ കൂടും. അതുപോലെ തന്നെ നമുക്ക് ഈ അഡ്മിഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകുന്ന സമയവും കൂടിയാണ്. അതേസമയം 18 മുതൽ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ പകുതി പഠനത്തിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ഡൈവേർഷൻ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൃത്യസമയത്ത് നമുക്ക് നമ്മുടെ വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിച്ച് പോകാനുള്ള ഒരു ശ്രമമൊക്കെ ആ സമയത്ത് ഉണ്ടാകണം. പ്രത്യേകിച്ച് ബുധൻ വക്രത്തിൽ വരുന്നു. ഉന്നത പഠനം അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ സീനിയർ അധ്യാപകരുമായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ഒരു കെയർ വേണം, വിനയം വേണം. അതേപോലെ മുതിർന്ന അധ്യാപകരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചു പോകുന്നവർക്ക് ഉന്നത പഠനത്തിൽ ഗുണാനുഭവം ഉണ്ടാകും. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ധനഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6-ലാണ്. 11-ാം ഭാവാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിലാണ്. 13 മുതൽ ആ 11-ാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. 12-ൽ രാഹു, 12-ൽ കുജൻ്റെ ദൃഷ്ടി. അപ്പം സാമ്പത്തിക നേട്ടങ്ങൾ ആദ്യമൊക്കെ ഉണ്ടാകുമെങ്കിലും അവയൊക്കെ വലിയ തോതിലാകില്ല, പരിമിതമായിരിക്കും. അതേസമയം ധനച്ചെലവ് അധികരിക്കുന്ന മാസമായിട്ട് കാണുക. പ്രത്യേകിച്ച് 12-ാം ഭാവാധിപനായിട്ടുള്ള ശനി ജന്മരാശി നിൽക്കുന്നു. 12-ൽ രാഹു നിൽക്കുന്നു. 12-ൽ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നു. ഇവയൊക്കെ തന്നെ നമുക്ക് അമിതമായിട്ടുള്ള ചെലവിൻ്റെ സാധ്യത സൂചിപ്പിക്കുന്നു. അപ്പം ചിലർക്ക് ഈ ചതി, വഞ്ചന ഇവ വഴിയൊക്കെ ധനാർജനം നടത്താനുള്ള ഒരു ആഗ്രഹമൊക്കെ ഈ സമയത്തുണ്ടാകും. പക്ഷേ അതിലൊക്കെ ഒരു കെയർ വേണം. അപ്പം കഴിവതും അനാവശ്യ ചിലവൊക്കെ കുറച്ച് പോകുന്നവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ തരണം ചെയ്യാൻ കഴിയും. ഇനി വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ 7-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 5-ലാണ്. 18 മുതൽ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു. 7-ൽ ശനിയുടെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ വിവാഹ ആലോചനകൾ ആദ്യ പകുതി അനുകൂലമാകും, എങ്കിലും അവസാനത്തെ പകുതി അനുകൂലമാകണമെന്നില്ല. കാരണം 7-ാം ഭാവാധിപനായിട്ടുള്ള ആ ബുധൻ വക്രസ്ഥിതിയിൽ വരുന്നു. 7-ൽ ശനിയുടെ ദൃഷ്ടി വരുന്നു. അപ്പോൾ അതൊക്കെ ആലോചനകളിൽ ഒരു കാലതാമസം അല്ലെങ്കിൽ നിശ്ചയം നീണ്ടുപോകുന്നതിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കമിതാക്കൾക്ക് അല്പം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ചിലർക്കിടയിൽ എന്തെങ്കിലും തർക്കങ്ങൾ, ഈഗോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ദാമ്പത്യ ബന്ധത്തിൽ വരുമ്പോൾ ആദ്യ പകുതി ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയും. അവസാനത്തെ പകുതിയൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് കഴിവതും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. 7-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ വക്രത്തിലാകുന്നു. 6-ാം ഭാവാധിപനുമായിട്ടുള്ള ശത്രുസ്ഥാനാധിപനുമായിട്ടുള്ള സൂര്യനുമായിട്ട് ആ ബുധന് ബന്ധം വരുന്നു. അപ്പോൾ 7-ലാണെങ്കിൽ ശനിയുടെ ദൃഷ്ടി വരുന്നു. ഇതൊക്കെ റിലേഷൻഷിപ്പിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദമ്പതിമാർക്ക് അല്പസംയമനം ഒക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ്. ഈഗോ ഇഷ്യൂസൊക്കെ ഒഴിവാക്കണം, ശത്രുത ഒഴിവാക്കണം, തർക്കങ്ങൾ ഒഴിവാക്കണം. അപ്പോൾ പൊതുവെ ഒരു സംയമനത്തിലൂടെ പോകേണ്ടുന്ന മാസമായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ 2-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6-ൽ കേതുവുമായിട്ട് യോഗം ചെയ്യുന്ന സമയമാണ്. 4-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 5-ലുണ്ട്. ജന്മരാശ്യാധിപൻ ഗുരു 4-ലുണ്ട്. അതൊക്കെ നമുക്ക് അനുകൂലമാണ്. എങ്കിലും ശത്രുസ്ഥാനാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി 4-ൽ നിൽക്കുകയാണ്. അപ്പം സുഖസ്ഥാനാധിപനുമായിട്ടൊക്കെ ഒരു യോഗം അവസാനത്തെ വാരമൊക്കെ വരുന്നുണ്ട് ആ ശത്രുസ്ഥാനാധിപനായിട്ടുള്ള സൂര്യന്. അപ്പോൾ ഇവയെല്ലാം നമുക്ക് ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ, ചില ഈഗോ ഇഷ്യൂസ്, ബന്ധുക്കളുമായിട്ടുള്ള തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാൻ
ഇടയാക്കും എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല നമ്മൾ സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിലുണ്ട്, ജന്മരാശിയിൽ ശനിയുണ്ട്. അപ്പം നമുക്ക് വളരെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. മനസ്സംഘർഷമൊക്കെ ഉണ്ടാകാം എന്നതിനാൽ കൂടുതൽ ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തു പോകുന്നത് ഈ സമയത്ത് ഗുണം ചെയ്യും. ജൂലൈ 1, 4, 5, 6, 14, 15, 27, 28 ഈ തീയതികൾ, ഈ ദിവസങ്ങൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. ഈ ദിവസങ്ങളിലൊക്കെ ഗുണാനുഭവം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അവ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ്. മീനക്കൂറിൽപ്പെടുന്ന ചിലർക്ക് മാത്രമേ മീനലഗ്നം വരികയുള്ളൂ. മീനക്കൂറും മീനലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല. അതേസമയം മീനക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ട് വരുന്നവരാണെങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കുറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കണം. കാരണം കുറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യതയെന്ന് പറയുന്നത് ലഗ്നഫലത്തിനുണ്ട്. ലഗ്നത്തെ ബേസ് ചെയ്ത് പറയുമ്പോൾ അതിനുണ്ടാകും. മാത്രമല്ല, ഇപ്പോൾ എന്തെങ്കിലും ഈ പൊതുഫലത്തിൽ വ്യത്യാസം ഓരോ കുറുകാർക്കും ലഗ്നക്കാർക്കും വരുന്നുവെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവർക്കിപ്പോൾ നടക്കുന്ന ദശയോ അപകാരമോ ഛിദ്രമോ അത് മുഖാന്തരം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ഛിദ്രമോ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഗുണാനുഭവം കൂടും. അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയും അപകാരവും ഛിദ്രവും ആണെങ്കിൽ ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട്. ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.